Kim's Health presents 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 11 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ ബാധ്യതകൾ പൂർണ്ണമായും അടച്ചു തീർക്കാതെ വിദേശ നിക്ഷേപകരും ഫ്ലെക്സി വിസ തൊഴിലാളികളും സ്ഥിരമായി രാജ്യം വിടുന്നത് തടയുന്നതിനുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിയമനിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. അടച്ചു തീർക്കാത്ത കടങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും നിക്ഷേപാന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുകയും ആയിരക്കണക്കിന് പ്രാദേശിക ബിസിനസ്സുകൾക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നീക്കം. പ്രവാസി നിക്ഷേപകർക്ക് ബഹ്റൈനുകളെ പോലെ വാണിജ്യ ബാങ്കിംഗ് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴും രാജ്യം വിടുന്നതിന് നിലവിൽ കുറഞ്ഞ നിയന്ത്രണങ്ങൾ മാത്രമേയുള്ളൂ. ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ MP സൈനബ് അബ്ദുല്ല അമീർ ചൂണ്ടിക്കാട്ടി. കടബാധ്യതയുള്ള വ്യക്തികൾ രാജ്യം വിടുന്നത് തടയാൻ ബഹ്റൈൻ ഒഴികെയുള്ള GCC രാജ്യങ്ങൾ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രാദേശിക രീതികളുമായി ബഹ്റൈനും ഈ നിയന്ത്രണങ്ങൾ ഏകീകരിക്കണമെന്ന് MP മുഹമ്മദ് അൽ മറാഫി ആവശ്യപ്പെട്ടു. ഈ നിയമനിർദ്ദേശത്തിൽ കടങ്ങൾ നൽകുമ്പോൾ ജാമ്യങ്ങൾ ഏർപ്പെടുത്തുക, കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് മുമ്പുള്ള പരിശോധനാ നടപടികൾ ഊർജിതമാക്കുക, കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതുവരെ താൽക്കാലികമായി യാത്രാവിലക്ക് ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ രാജ്യത്തെ 85,000 വാണിജ്യ രജിസ്ട്രേഷനുകളിൽ 29,000 എണ്ണം പ്രവാസികളുടെ ഉടമസ്ഥതയിലാണെന്ന് സർവീസ് കമ്മിറ്റി ചെയർമാൻ MP മംദൂഹ് അൽ സാലിഹ് വെളിപ്പെടുത്തി. വിദേശ നിക്ഷേപകരെ നിരീക്ഷിക്കുന്നതിന് ശരിയായ നടപടിക്രമങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർ നടപടികൾക്കായി നിയമനിർദ്ദേശം ഇനി ശൂറ കൗൺസിലിന് വിടും. കാപ്പി പ്രേമികൾക്കായി ബഹ്റൈൻ കോഫി ഫെസ്റ്റിവൽ 2025 എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ തുടക്കമായി. ഡിസംബർ 13 വരെ നീണ്ടുനിൽക്കുന്ന ഈ അന്താരാഷ്ട്ര മേളയിൽ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 100-ൽ പരം പ്രാദേശിക മേഖല അന്താരാഷ്ട്ര കോഫി ബ്രാൻഡുകളാണ് പങ്കെടുക്കുന്നത്. കാപ്പി വ്യവസായത്തിലെ ഏറ്റവും പുതിയ ട്രെൻഡുകളും നൂതന ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്നതിനൊപ്പം ലോകോത്തര നിലവാരമുള്ള വിവിധതരം കാപ്പികൾ രുചിക്കാനുള്ള അവസരവും ഫെസ്റ്റിവൽ സന്ദർശകർക്ക് ഒരുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ലാറ്റെ ആർട്ട് മത്സരം അരങ്ങേറും. കൂടാതെ കാപ്പി സംസ്കരണത്തെക്കുറിച്ചും വിവിധതരം കാപ്പികളെക്കുറിച്ചും അവ ഉണ്ടാക്കുന്ന രീതികളെക്കുറിച്ചും അറിയുന്നതിനായി കാപ്പി വ്യവസായത്തിലെ പ്രമുഖർ നയിക്കുന്ന 25-ലധികം വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഫെസ്റ്റിവൽ സന്ദർശന സമയം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയും ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയും പ്രവേശനം ലഭ്യമാണ്. കാപ്പി പ്രേമികൾക്ക് പുതിയ അറിവുകൾ നേടാനും മികച്ച ബ്രാൻഡുകളെ അടുത്തറിയാനും ഈ മേള ഒരു മികച്ച വേദിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ്റെ 54ാമത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജം ഇലസ്ട്ര 2025 എന്ന പേരിൽ കുട്ടികൾക്കായി മെഗാ ചിത്രകലാ മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 16-ന് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വച്ചാണ് മത്സരം നടക്കുക. 2025 ഡിസംബർ 10 അടിസ്ഥാനമാക്കി 3 വയസ്സ് മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളെ 5 ഗ്രൂപ്പുകളായാണ് മത്സരം ഒരുക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് 1 3 മുതൽ 5 വയസ്സുവരെയുള്ളവർക്കും, ഗ്രൂപ്പ് 2 6 മുതൽ 8 വയസ്സുവരെയുള്ളവർക്കും, ഗ്രൂപ്പ് 3 9 മുതൽ 11 വയസ്സുവരെയുള്ളവർക്കും, ഗ്രൂപ്പ് 4 12 മുതൽ 14 വയസ്സുവരെയുള്ളവർക്കും, ഗ്രൂപ്പ് 5 15 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്കുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നതാണ്. കൂടാതെ മത്സരത്തിനായി തിരഞ്ഞെടുക്കുന്ന മികച്ച ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 33189894 അല്ലെങ്കിൽ 39440530 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റൈൻ പ്രവാസി എഴുത്തുകാരനായ ഫിറോസ് തിരുവത്രയുടെ വിഷാദികളുടെ വിശുദ്ധ പുസ്തകം എന്ന കവിതാ സമാഹാരം BKS DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ കൾച്ചറൽ കാർണിവലിൻ്റെയും വേദിയിൽ പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ട് മുഖ്യാതിഥിയായ ചടങ്ങിലായിരുന്നു പുസ്തക പ്രകാശനം നടന്നത്. പ്രകാശന ചടങ്ങിന് തൊട്ടു പിന്നാലെ ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ടിലുമായി ഒരു മുഖാമുഖം സെഷൻ നടന്നു. കൂടാതെ പൂർവ്വ ബാൻഡിൻ്റെ ആർദ്രഗീതങ്ങൾ എന്ന സംഗീത പരിപാടിയും അവതരിപ്പിച്ചു. ഇതിനുശേഷം ഒരു സംവേദനാത്മക ക്വിസ് മത്സരവും നടന്നു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
Lulu Money. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത ബഹ്റിൻ കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ 2026 കലണ്ടർ പ്രകാശനം ചെയ്തു. SIC ഒമാൻ നാഷണൽ പ്രസിഡന്റ് അൻവർ ഹാജിക്ക് കലണ്ടർ നൽകിക്കൊണ്ടാണ് തങ്ങൾ പ്രകാശന കർമ്മം നിർവഹിച്ചത്. സമസ്ത ബഹ്റിൻ സംഘടിപ്പിച്ച സമസ്തയുടെ 100ാം വാർഷിക പ്രചരണ സമ്മേളനത്തോട് അനുബന്ധിച്ചാണ് കലണ്ടർ പ്രകാശനം നടന്നത്. ബഹ്റിൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്ത, ഖാസി ഷെയ്ഖ് ഹമ്മദ് സാമി അൽ ദോസരി, സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ പൂക്കോയ തങ്ങൾ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് പ്രകാശന കർമ്മം നടന്നത്. സമസ്ത ബഹ്റിൻ 2026 കലണ്ടറുകൾ ഉടൻ തന്നെ ഏരിയ കമ്മിറ്റികൾ മുഖേന രാജ്യത്ത് ലഭ്യമാകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനും കലണ്ടർ ലഭിക്കുന്നതിനും 39657486, 39128941, 38396063 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുവാൻ നീതു അഭിലാഷ് മുടി ദാനം നൽകി. ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് വേണ്ടി വിഗ് നിർമ്മിക്കുന്ന ഹെഡ് ടു ടു സലൂണിൽ നിന്നും മുടി മുറിച്ചെടുത്ത് പ്രസ്തുത സലൂണിന് തന്നെ കൈമാറുകയായിരുന്നു. ബഹ്റിനിലെ പ്രവാസ ജീവിതം മതിയാക്കി UK ജോലിക്കായി പോകുന്ന നീതു കോട്ടയം സ്വദേശിനിയാണ്. ക്യാൻസർ രോഗികൾക്ക് മുടി നൽകണമെന്ന ആഗ്രഹം തൻ്റെ 12 വയസ്സുള്ള മകൻ അശ്വിൻ അഭിലാഷ് പങ്കുവച്ചപ്പോൾ അത്തരം ഒരാഗ്രഹം തനിക്കുമുണ്ടെന്ന് നീതു ക്യാൻസർ കെയർ ഗ്രൂപ്പിനെ അറിയിക്കുകയായിരുന്നു. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി 33750999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി നഷ്ടമാകുന്ന കുട്ടികളടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് തികച്ചും സൗജന്യമായാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി വിഗ് നൽകി വരുന്നത്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.